ഹലോ ഗായ്സ്, വെൽക്കം ടു എൻഗ്ലീന പ്രിൻസ് കുഞ്ഞൂസ് ബ്ലോഗ്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് പെയിൻറ്റിങ് ചെയ്താലോ. അപ്പോൾ എന്തിലായിരിക്കും എന്നായിരിക്കില്ലെങ്കിൽ ചിലർ പേപ്പർ ചെയ്യും, ചിലർ ക്യാൻവാസിൽ ചെയ്യും. ഞാനിന്ന് അതിനേക്കാളും വലിയൊരു ക്യാൻവാസിൽ വരയ്ക്കുമ്പോൾ നിനക്ക് അങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ അത് മായ്ച്ച് കളയാൻ പറ്റത്തേ ഇല്ല. ലീഫിലാണെന്ന് ചെയ്യാൻ പോകും. ഞാനും പച്ച ലീഫും പച്ച അങ്ങനെ ചോദിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. നല്ലൊരു ലീഫ് നമ്മളിങ്ങനെ എടുക്കാം കേട്ടോ. നല്ലൊരു ലീഫ് തന്നെ വേണേ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഗ്രീൻ എടുത്തു, ബ്രൗൺ എടുത്തു, പിന്നെ ഓറഞ്ച് എടുത്തു. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ബ്രൗൺ കളർ തുറന്നിട്ട് ഞാനിപ്പോൾ ഒരു മരം വരയ്ക്കാൻ പോകട്ടോ. അതിന് വേണ്ടിയിട്ടായിട്ടുള്ള ദൃശ്യം ഞാൻ എടുത്തു. അതിന് നിബിറ്റായിരുന്നു മാത്രമേ നല്ല മരം കിട്ടുള്ളൂ. അതുകൊണ്ടാട്ടോ ഇതുപോലെ വരച്ചു. ആ പിക്ചർ നല്ലപോലെ നിൽക്കണമെങ്കിൽ അതിൻ്റെ നിപ്പ് നല്ല കുഞ്ഞു നിപ്പായി. ചില ആൾക്കാരൊക്കെ അറിയാം, ചില ആൾക്കാർ അറിയാത്തോണ്ട് ഞാൻ പറഞ്ഞത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മരം കിട്ടണമെങ്കിൽ അങ്ങനെ വരയ്ക്കും. എന്നിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ മരത്തിൻ്റെ ഇങ്ങനെ വൃക്ഷങ്ങളും മരത്തിൻ്റെ ചില്ലയും ഇങ്ങനെ വരച്ചു കൊടുക്കും കേട്ടോ. വേണ്ട അത്രത്തോളം വൃക്ഷം വരച്ചു കൊടുക്കും. ഞാനിപ്പോൾ ഇവിടം വരെ വരയ്ക്കുന്നുള്ളൂ. നമുക്ക് വേണ്ട അത്രയും വൃക്ഷം വരച്ചു. എന്നിട്ട് മരത്തിന് ഇല ഉണ്ടില്ല, അതിന് ഞാൻ വേറൊരു ട്രിക്ക് എടുക്കും. ബഡ്സിനെ കൂട്ടി പിടിക്കുക. അങ്ങനത്തെ ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുഞ്ഞി പാലറ്റ് ഉണ്ട്. കാണുന്നുണ്ടോ കുഞ്ഞി പാലറ്റ്? കുഞ്ഞി പാലറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഗ്രീൻ കളർ എടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി മാത്രമേ എടുക്കണ്ടേ. ഇത്തിരിയും കൂടി നമുക്ക് വെച്ചെടുക്കാം. 3 ഡ്രോപ്പ് ഇരിക്കട്ടെ. എന്നിട്ട് അടച്ചു മാറ്റി. എന്നിട്ട് നേരത്തെ പിടിച്ച പോലെ തന്നെ പിടിച്ച്
വെച്ചിട്ട് ബ്രൗണില്ലേ ഇത് വരയ്ക്കാൻ എടുത്തിട്ട് ബ്രൗണില്ലേ മറ്റേ നമ്മൾ ഇതൊക്കെ മരം വരച്ചില്ലായിരുന്നു അതിൻ്റെ ഉൾഭാഗം അതേ ബ്രഷ് എടുത്തുകൊണ്ട്